Hello friends, welcome back to another episode of Learn Tally in Simple Method. ഷിയാബ്സ് അക്കാഡമി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക കേട്ടോ. കമൻറ്റിൽ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് തരാം. അതുകൂടാതെ നമ്മുടെ വീഡിയോസ് എന്താണെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മീൻസ് അക്കൗണ്ടൻ്റ് ആകണം എന്ന് താല്പര്യമുള്ള എല്ലാവർക്കും തന്നെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം ചില സുഹൃത്തുക്കൾക്കൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ ഫീസ് കൊടുത്ത് പഠിക്കാൻ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടാവും. തീർച്ചയായും അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും നല്ല രീതിയിൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് പഠിച്ചു? ഹൗ ടു എൻ്റർ ലെഡ്ജർ ഇൻ ടാലി, അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എങ്ങനെ നമുക്ക് റെക്കോർഡ് ചെയ്യാമെന്നുള്ളത് പഠിച്ചു. ഇന്ന് നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും കൂടെ നമ്മളിതിലേക്ക് ചെയ്യാൻ പോവാണ്. അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് എന്ന് പറയുന്നത് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ താഴെയായിട്ട് സെർട്ടൺ ഐറ്റം മിസ് ചെയ്തു പോകും. അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ ചില കാര്യങ്ങളൊക്കെ മിസ് ചെയ്തു പോകും. ആ മിസ് ചെയ്തു പോകുന്ന കാര്യങ്ങൾ എഴുതി ചേർക്കും. അത് നമ്മൾ റെക്കോർഡ് ചെയ്യും. ചിലപ്പോൾ അത് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുക്കേണ്ടതായിട്ടുള്ള എക്സ്പെൻസുകൾ ഉണ്ടാവും, മുൻപേ കിട്ടിയ അഡ്വാൻസ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഇൻകം ഉണ്ടാവും, അസറ്റ്സ് ഡിപ്രീസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഒരു ട്രയൽ ബാലൻസ് മെസ്സേഴ്സ് ഏഞ്ചൽ ആൻഡ് കമ്പനിയുടെ ഒരു ട്രയൽ ബാലൻസ് ആണ്. ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെയുള്ള ട്രയൽ ബാലൻസ് ആണ്. ബട്ട് അതിനകത്ത് കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ട്. എന്താണ്? അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് കൂടുതലുണ്ട്. ഇതും കൂടിയാണ് നമ്മൾ ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ക്ലോസിംഗ് സ്റ്റോക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്നിരുന്നു. സ്റ്റോക്ക് എന്ന് പറയുന്ന ലെഡ്ജർ ഓൾട്ടർ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഈ ഔട്ട്സ്റ്റാൻഡിങ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മുടെ അക്കൗണ്ടിങ് ബേസിക്സിൻ്റെ ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. പേഴ്സണൽ അക്കൗണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നാച്ചുറൽ പേഴ്സൺ, ആർട്ടിഫിഷ്യൽ പേഴ്സൺ, ഇല്ലേ? യെസ്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ എന്ന് പറയുന്നതിനകത്ത് വരുന്ന കാര്യങ്ങളാണ് ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും ഒക്കെ. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി, റെൻറ്റ് പ്രീപെയ്ഡ്, ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി, റെൻറ്റ് പ്രീപെയ്ഡ്. ദെൻ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്താണെന്ന് പറയാം. കൊടുക്കാനുള്ള സാലറികൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ സാലറി എത്രയാണ്? 12,000 ആണ്. ആ 12,000 അല്ലായിരുന്നു, 13,000 ആയിരുന്നു പറയേണ്ടത്. സോ 1,000 റുപ്പീസ് കൊടുത്തിട്ടില്ല. ഇതൊരു ലയബിലിറ്റിയാണ്. റെൻറ്റ് പ്രീപെയ്ഡ് 500. നമുക്കിവിടെ റെൻറ്റ് എത്രയാണ്? 3,500. ഈ 500 റുപ്പീസ് കൂടുതലാണ്. നമുക്കിവിടെ ഈ വർഷം 3,000 മാത്രം കാണിച്ചാൽ മതി. 500, അപ്പോൾ ഈ 3,500 നിന്ന് കുറയണം. ഡിപ്രീസിയേഷൻ, മിഷനറി ഡിപ്രീസിയേഷൻ, മിഷനറി 10%, ഫർണിച്ചർ 5%. നമുക്ക് 12,000 രൂപ, 12,000 റുപ്പീസ് മിഷനറി ഉണ്ട്, ഫർണിച്ചർ 15,000 ഉണ്ട്. ഇതിൻ്റെ 10%ഉം 5%ഉം ഡിക്രീസ്ഡ് വാല്യൂ ആണ്. ഇതൊരു എക്സ്പെൻസ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതാത് അസറ്റിൽ നിന്ന് ഈ വാല്യൂസ് നമ്മൾ കുറയ്ക്കണം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ ട്രയൽ ബാലൻസ് നിങ്ങൾ വരച്ചെടുക്കുക. നിങ്ങളുടെ നോട്ട്സിൻ്റെ അകത്തേക്ക് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതിയെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ജേണൽ എൻട്രി ആയിട്ടാണ് ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആ ജേണൽ എൻട്രീസ് എന്ന് ഞാൻ കാണിച്ചു തരാം. റെഡിയല്ലേ? നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൻ്റെ ജേണൽ ഫോമാറ്റിലേക്ക് നമുക്ക് പോകാം. ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് എമൗണ്ട്, ക്രെഡിറ്റ് എമൗണ്ട്, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ജേണൽ പഠിക്കാനൊക്കെ ഉള്ളത് ഇനി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ജേണൽ എന്ന് പറയുന്ന ഭാഗം, ജേണലൈസ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. നമ്മളിനിയും പറയാൻ പോകുന്നത് അടുത്ത ക്ലാസ്സിൽ ജേണലൈസിങ് കൂടെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങിന് എൻട്രി. സാലറി അക്കൗണ്ട് ഡെറ്റർ 1,000, ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,000. അടുത്തത് റെൻറ്റ് പ്രീപെയ്ഡ്. അപ്പോൾ നമുക്ക് സാലറി ഔട്ട്സ്റ്റാൻഡിങ് ക്രെഡിറ്റ് ആണെന്ന് മനസ്സിലായി ഇല്ലേ? അടുത്ത റെൻറ്റ് പ്രീപെയ്ഡ് അക്കൗണ്ട് ഡെറ്റർ ടു റെൻറ്റ് 500. അടുത്തത് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ മിഷനറിക്ക് 12,000 റുപ്പീസ് ആയിരുന്നു, അതിൻ്റെ 10%, 12,200. അടുത്ത ഫർണിച്ചറിൻ്റെ ആണ്. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു
ഫർണിച്ചർ 15,000 ആണ്. 15,000ൻ്റെ 5%, 750. ഇതാണ് നമ്മുടെ ജേണൽ എൻട്രീസ്, അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. ഇതും കൂടെ നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. റെൻറ്റ് പ്രീപെയ്ഡ് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ലെഡ്ജറാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് 3 ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് അക്കൗണ്ട്, റെൻറ്റ് പ്രീപെയ്ഡ് അക്കൗണ്ട്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആണ്, കൊടുക്കാനുള്ള എമൗണ്ട് അല്ലേ. നമ്മുടെ ഫേമിനെ സംബന്ധിച്ചെടുത്ത് നോക്കിയേ, നമ്മൾ കൊടുക്കാനുള്ള എന്തെങ്കിലും എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ലയബിലിറ്റി ആണ്. റെൻറ്റ് പ്രീപെയ്ഡ് നമുക്ക് ഓൾറെഡി അഡ്വാൻസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ അസറ്റ് ആയിട്ടാണ് അത് ട്രീറ്റ് ചെയ്യുന്നത്. ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഈ രീതിയിലാണ് നമുക്ക് 3 എണ്ണം അഡീഷണൽ ആയിട്ട് ചെയ്യണം. അപ്പം ട്രയൽ ബാലൻസിലുള്ളതും ചെയ്യണം, അതുകൂടാതെ ഈ 3 ലെഡ്ജർ അക്കൗണ്ട് കൂടെ അഡീഷണൽ ആയിട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമ്മൾ ടാലി ഓപ്പൺ ചെയ്തു. ഓൾറെഡി നമ്മൾ ടാലി ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ആദ്യം ലോഡ് ചെയ്ത് വരുന്നത്. അത് നമുക്ക് എങ്ങനെ ഓഫ് ചെയ്യാം? കാരണം ഇവിടെ ഇന്ന് നമുക്ക് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്കൊരു പ്രോപ്പർ വേ എന്ന് പറയുന്നത് ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ക്ലോസ് ചെയ്യണം. ആക്റ്റീവായി നിൽക്കുന്ന ക്ലോസ് ചെയ്യാൻ ഷട്ട് കമ്പനി എവിടെയുണ്ട്? ഇവിടെ F1ൻ്റെ താഴെ ഒരു ലൈനുണ്ട്. സോ ഓൾട്ട് F1. ഞാൻ ഈ കീസ് എടുത്ത് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. ടാലി എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഒരു കീബോർഡ് ഓറിയൻറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾട്ട് F1 പ്രസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ആക്റ്റീവായി നിൽക്കുന്ന കമ്പനി ഓഫായി. ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാം. ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു? C എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഷോർട്ട് കട്ട് കീസിൻ്റെ ഒരു എപ്പിസോഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടാലിയിലെ ഷോർട്ട് കട്ട് കീസ് എങ്ങനെ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, അപ്പം നോക്കുക. കമ്പനി ക്രിയേഷൻ്റെ അകത്ത് നമ്മുടെ കമ്പനിയുടെ പേരെന്തായിരുന്നു? ഏഞ്ചൽ ആൻഡ് കമ്പനി എന്ന് കൊടുത്തു. എൻ്റർ ചെയ്യുമ്പോൾ മെയിലിംഗ് നെയിം അത് തന്നെയാണ് വരുന്നത്. അഡ്രസ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം. ഇന്ത്യ കൺട്രി, കേരള സ്റ്റേറ്റ് ഇല്ലേ. ബാക്കി ഞാൻ ഇൻഫർമേഷൻസ് ഒന്നും കൊടുക്കുന്നില്ല. ഫിനാൻഷ്യൽ ഇയറും ബുക്സ് ബിഗിനിങ്ങും ഒക്കെ 1/4/2020 തന്നെ കൊടുക്കുന്നു. ദെൻ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം എൻ്റർ ചെയ്ത് വന്നു. ആക്സെപ്റ്റ് എന്നുള്ള മെസ്സേജ് വരും. ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? കമ്പനി ക്രിയേറ്റായി. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെവിടെ വരും? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരും. മെയിൻ മെനു ഓഫ് കമ്പനി അല്ലേ, അല്ലെങ്കിൽ ടാലിയിലെ മെയിൻ മെനു എന്ന് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ടാലിയാണ്. റൈറ്റ് സൈഡിൽ ബട്ടൺ പാനലുണ്ട്. അതിൽ F1 ഫീച്ചേഴ്സിലേക്ക് പോകണം. കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം എന്ത് പ്രസ് ചെയ്യണം? F11 ഫീച്ചേഴ്സ്. F11 ഫീച്ചേഴ്സിനകത്ത് 3 കാര്യങ്ങളുണ്ട്. അതിൽ നമ്മൾ അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലാണ് ഇപ്പം നമുക്ക് പ്രാധാന്യമുള്ളത്. കാരണം നമ്മളിപ്പം അക്കൗണ്ട്സ് ഒള്ളി മാത്രമാണ് ഇപ്പം പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് മാത്രമായിട്ട് ഞാൻ പറയണത്. അപ്പോൾ നമുക്ക് അക്കൗണ്ട്സും ഉണ്ട്, അക്കൗണ്ട്സ് വിത്ത് ഇൻവെൻട്രി ഉണ്ട്. നമുക്കൊരു ഓരോ ഓർഡറിൽ പോവാം. ആ ഓർഡറിൽ പോകുന്നത് തന്നെയാണ് നല്ലത്. ഇത് മിക്സപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫീച്ചർ എപ്പോൾ ആക്റ്റീവ് ആക്കണമെന്നുള്ളതിനെക്കുറിച്ചൊരു കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഞാൻ ഒരു പാർട്ട് മാത്രമായിട്ട് ഞാനിപ്പോൾ ഫോളോ ചെയ്തു പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഭാഗം എന്താണ്? മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഒള്ളി എന്താക്കണം? ഏസ് ആക്കണം. ബാക്കി ഏതൊക്കെ ഇൻഫോർമേഷൻസ് ഏസായിട്ട് കിടപ്പുണ്ടോ അതെല്ലാം നോ. കണ്ടോ? ഏതൊക്കെയാണ് ഇൻഫോർമേഷൻസ് ആക്റ്റീവായി നിൽക്കുന്നത് അതെല്ലാം എന്ത് ചെയ്യണം? നോ ചെയ്തിട്ട് ആ സ്ക്രീൻ അങ്ങ് സേവ് ചെയ്യണം. അപ്പോൾ നമ്മൾ കമ്പനി ഫീച്ചേഴ്സിലേക്ക് തന്നെ വീണ്ടും വരും. ഒന്ന് എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് മാറി? ആ ഇൻവെൻട്രി ഇൻഫോയും ഇൻവെൻട്രി വൗച്ചറും സ്റ്റോക്ക് സമ്മറി എന്ന് പറയുന്ന റിപ്പോർട്ടും ഒക്കെ മാറി ഇപ്പം പ്യുവർ അക്കൗണ്ട്സ് ഒള്ളി എന്നുള്ള രീതിയിലേക്ക് മാറി. ഇനി നമ്മൾ നേരെ അക്കൗണ്ട്സ് ഇൻഫോയിലേക്ക് പോവാണ്. അക്കൗണ്ട്സ് ഇൻഫോയിലേക്ക് പോകാൻ ലെഡ്ജർ ക്രിയേറ്റ് ലെഡ്ജർ ക്രിയേഷനിലേക്ക് വന്നു. ഈ ലെഡ്ജർ ക്രിയേഷനിൽ നമ്മുടെ ഓരോ ഐറ്റവും നമുക്ക് എൻ്റർ ചെയ്യാം. ആദ്യം എന്തായിരുന്നു? സ്റ്റോക്ക് അണ്ടർ നിങ്ങൾ തന്നെ പറയണം ഏതിൻ്റെ ഗ്രൂപ്പിലേക്ക് പോകും. സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കൊരു സ്പെഷ്യൽ ഗ്രൂപ്പാണ്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് നേരെ വന്നു. അവിടെ എമൗണ്ട് 25,000 ടൈപ്പ് ചെയ്തു. ഡെബിറ്റ് സേവ്. അടുത്ത് എന്താണ്? HDFC ബാങ്ക്. നമുക്ക് ബാങ്ക് ഏതാണോ, ഏതൊക്കെ ബാങ്ക് ഉണ്ടോ ആ ബാങ്കിൻ്റെ പേര് അതേപോലെ തന്നെ കൊടുക്കണം. HDFC ബാങ്ക് ഉണ്ടാവും, ഫെഡറൽ ബാങ്ക് ഉണ്ടാവും. സെയിം. നമുക്ക് ഒരു ഫേമിന് ഒരു 2-3 ബാങ്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ബാങ്ക് അക്കൗണ്ട് എന്താണെന്ന് തന്നെ അവിടെ സ്പെസിഫൈ ചെയ്തിരിക്കണം. ഓക്കെ,
അണ്ടർ എന്തിലേക്ക് വരും? ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബിയിൽ തുടങ്ങുന്ന കാര്യങ്ങൾ വരും. അതിൽ നിന്ന് ഏത് സെലക്ട് ചെയ്യണം? ബി, ബാങ്ക് അക്കൗണ്ട് സെലക്ട് ചെയ്യണം. അപ്പോൾ അതിലെ അക്കൗണ്ട് നമ്പറും IFSC കോഡും ബ്രാഞ്ചും ഒക്കെ ചോദിക്കും. ഇതൊക്കെ നമ്മൾ ആക്ച്വൽ ഒരു ഫേമിലുണ്ടെങ്കിൽ ആ ഫേമിൽ ഈ കാര്യങ്ങളെല്ലാം ഇൻപുട്ട് ചെയ്യണം. എങ്കിലോ നമ്മുടെ ബില്ലിനകത്ത്, ഇൻവോയ്സിനകത്ത് ഈ കാര്യങ്ങളെല്ലാം വരുള്ളൂ. എമൗണ്ട് 5000 ഡെബിറ്റ്, അക്സെപ്റ്റ് അല്ലേ. അടുത്തെന്താണ്? ക്യാപിറ്റൽ. ക്യാപിറ്റൽ അണ്ടർ സി എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞ് ഡൗൺ ആരോ പ്രസ് ചെയ്താൽ മതി. ഇതേ വന്നു ക്യാപിറ്റൽ അക്കൗണ്ട് എമൗണ്ട് 1,40,000. ഓക്കെ, ക്രെഡിറ്റ് വന്നു. സേവ് ചെയ്യുക. അടുത്തത് ക്യാരേജ് ഇൻവേഡ്. ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. DI, ഡയറക്റ്റ് എക്സ്പെൻസസ്. നേരെ എമൗണ്ട് വന്നു 800. ഡെബിറ്റ്, സേവ് ചെയ്തു. നെക്സ്റ്റ് വൺ, കമ്മീഷൻ റിസീവ്ഡ്. അതെന്താണ്? ഇൻഡയറക്റ്റ് ഇൻകം, IN. താഴോട്ട് വരിക, ഇൻഡയറക്റ്റ് ഇൻകം. ഇവിടെ നോക്കൂ, ഇൻകം ഇൻഡയറക്റ്റ് എന്നുണ്ട്, ഇൻകം ഡയറക്റ്റ് എന്നുണ്ട്, സെയിം ആണ്. ഇൻഡയറക്റ്റ് ഇൻകവും ഇൻകം ഇൻഡയറക്റ്റും സെയിം ആണ്. ഞാനിപ്പം ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ളത് മാറ്റിയിട്ട് ഇൻകം ഇൻഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് തന്നെയാണ് വരുന്നത്? സെയിം. കാരണം അതിൻ്റെ ഒരു അലിയാസസ് ആണ്, വേറൊരു പേരാണ് അവിടെ കാണിച്ചിരിക്കുന്നത്, ഇൻഡയറക്റ്റ് ഇൻകം. അപ്പോൾ എമൗണ്ട് എത്രയായിരുന്നു? കമ്മീഷൻ റിസീവ്ഡിൻ്റെ എമൗണ്ട് 2,500. ക്രെഡിറ്റ്. അടുത്തത് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. സെയിം, ഇൻഡയറക്റ്റ് ഇൻകം. ഇൻട്രസ്റ്റ് റിസീവ്ഡിൻ്റെ എമൗണ്ട് 800. ക്രെഡിറ്റ്, സേവ് ചെയ്യുക. അടുത്തത് ഡ്രോയിങ്സിൻ്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു. ഡ്രോയിങ്സ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യാറ്? ക്യാപിറ്റലിൽ നിന്ന് കുറയണം. സോ അണ്ടർ ക്യാപിറ്റൽ. അതുകൂടാതെ ഒരു കാര്യം കൂടെ ചെയ്യണം. എമൗണ്ട് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡ്രോയിങ്സിൻ്റെ എമൗണ്ട് 2000 ആണ്. 2000 കൊടുത്തു കഴിയുമ്പോൾ ക്രെഡിറ്റ് ആണ് വരുന്നത്. അത് നമ്മൾ D പ്രസ് ചെയ്യുമ്പോൾ ഡെബിറ്റിലേക്കാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫർണിച്ചർ എന്താണ്? F, ഫിക്സഡ് അസെറ്റ്. F എന്നുള്ള ലെറ്റർ പ്രസ് ചെയ്താൽ മാത്രം മതി, അവിടെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോകണ്ട അല്ലേ. 15,000 ഡെബിറ്റ്. അടുത്തത് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സെയിം ആണ്, ഫിക്സഡ് അസെറ്റ് തന്നെയാണ്. എമൗണ്ട് 1,50,000. നെക്സ്റ്റ് മിഷനറി. സെയിം ആണ്, ഫിക്സഡ് അസെറ്റ് തന്നെയാണ്. എമൗണ്ട് 12,000. അടുത്തത് പർച്ചേസസിന് പർച്ചേസസ് എന്ന് തന്നെ ഒരു ഗ്രൂപ്പുണ്ട്. പർച്ചേസസ് എമൗണ്ട് 68,000. ഡെബിറ്റ്. അടുത്തത് പർച്ചേസ് റിട്ടേൺ ആണ്. പർച്ചേസ് റിട്ടേൺ എന്ന് പറയുന്ന കാര്യം എന്താണ്? പർച്ചേസിൽ നിന്ന് കുറയണം. അപ്പോൾ പർച്ചേസിൽ തന്നെയാണ്, അണ്ടർ പർച്ചേസ് തന്നെയാണ്. എമൗണ്ട് 5,000. ഈ 5,000 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണേ? ഡെബിറ്റ് ആണ്. സോ ക്രെഡിറ്റ് ആക്കുക. നെക്സ്റ്റ് റെൻറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. റെൻറ്റിൻ്റെ എമൗണ്ട് 3,500. ഡെബിറ്റ്. നെക്സ്റ്റ് സാലറീസ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്.
എമൗണ്ട് 12,000 ഡെബിറ്റ് സേവ് ചെയ്യുക. അടുത്തത് സെയിൽസ്. സെയിൽസ് അക്കൗണ്ട് തന്നെയാണ്. എമൗണ്ട് 1,68,000 ക്രെഡിറ്റ് സേവ് ചെയ്തു. നെക്സ്റ്റ് വൺ സെയിൽസ് റിട്ടേൺ. സെയിൽസ് റിട്ടേൺ സെയിം സെയിൽസിൽ തന്നെയാണ്. എമൗണ്ട് കൊടുക്കുമ്പം നമ്മൾ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് ആണ് വരുന്നത്, അത് ഡെബിറ്റ് ആക്കണം. 4,000 ഡെബിറ്റ് ആക്കണം. നെക്സ്റ്റ് സൺട്രി ക്രെഡിറ്റർ. സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സിന് സൺട്രി ക്രെഡിറ്റേഴ്സ് തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സും സൺട്രി ഡെറ്റേഴ്സും ഒക്കെ എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ്? നമ്മുടെ ഫേമിൻ്റെ സപ്ലൈസ്, നമുക്ക് പ്രോഡക്റ്റ് കടമായിട്ട് തരുന്നവർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ അവരെല്ലാം എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. അതേപോലെ സൺട്രി ഡെറ്റേഴ്സ്, നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് ചെയ്യുമ്പം നമുക്ക് തരാനുള്ളവരെല്ലാം സൺട്രി ഡെപ്റ്റേഴ്സും ആണ്. അപ്പോൾ സൺട്രി ഡെറ്റേഴ്സും സൺട്രി ക്രെഡിറ്റേഴ്സും ഒക്കെ പഠിക്കാനുള്ള ഒരു ഭാഗമുണ്ട്, ബിൽ വൈസ് ഡീറ്റെയിൽസ്. അത് വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമ്മളത് ചെയ്യുന്നതായിരിക്കും. സൺട്രി ക്രെഡിറ്റേഴ്സ് 1 lakh അല്ല, 15,000 ഉള്ളി, 15,000 ക്രെഡിറ്റ് ആണ്. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് അതെന്താണ്? അണ്ടർ സൺട്രി ഡെപ്റ്റേഴ്സ് തന്നെയാണ്. സൺട്രി ഡെപ്റ്റേഴ്സ് തന്നെ എമൗണ്ട് 25,000 ഡെബിറ്റ്. ദെൻ വേജസ് അണ്ടർ ഡയറക്റ്റ് എക്സ്പെൻസസ്. ഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ എമൗണ്ട് 5,000. വേജസിൻ്റെ എമൗണ്ട് 5,000. ഇനി നമുക്ക് എന്താ ഉള്ളത്? ഒരു ക്യാഷ് 4,000-ൻ്റെ ആണ് ക്യാഷ് ബാലൻസ്. നമുക്ക് ക്യാഷ് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമോ? കാരണം എന്താണ്? കണ്ടോ, നെയിം ഓൾറെഡി എക്സിസ്റ്റ്. ഇറ്റ് മീൻസ് ഓൾറെഡി ഉണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു, ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഗ്രൂപ്പ് ഉണ്ടാവും? 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ് ഉണ്ടാവും. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, 28 അക്കൗണ്ട്സ് ഗ്രൂപ്പും 2 ലെഡ്ജറും ഉണ്ടാവും. അപ്പോൾ 2 ലെഡ്ജറിൽ ഒരു ലെഡ്ജർ ക്യാഷ് ആണ്, ഒരു ലെഡ്ജർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. ഞാനിപ്പോൾ എന്താ ചെയ്തത്? ലെഡ്ജർ ക്രിയേഷനിൽ നിന്നുകൊണ്ട് ഞാൻ എസ്കേപ്പ് ചെയ്തു. ദെൻ ഓൾട്ടറിലേക്ക് വന്നു. ഓൾട്ടറിൽ നിന്ന് ഞാൻ എന്തെടുത്തു? ക്യാഷ് സെലക്ട് ചെയ്തു. ക്യാഷ് നേരെ വന്നു. എമൗണ്ട് 4,000 ഡെബിറ്റ്. നോക്കിയേ, 2 സൈഡിലും ടാലി നോക്കൂ. 3,31,300, 3,31,000. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണ്? സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് എൻ്റർ ചെയ്യുന്നത് എങ്ങനെ തന്നെയാണ്? അക്കൗണ്ട്സ് ഇൻഫോ, ലെഡ്ജർ, ഓൾട്ടർ, സെലക്ട് സ്റ്റോക്ക്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കാണാം? ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് ഇല്ലേ? അവിടേക്ക് വരിക. 1 April 31 March എന്ന് 31 സ്പേസോ 31 ഹൈഫനോ 31 ഡോട്ടോ 3 കൊടുത്താൽ മാത്രം മതി. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടെ മാർച്ച് എന്ന് പറഞ്ഞ ഭാഗം വന്നു. 35,000 കൊടുത്തു. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്കും കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ള ഭാഗം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. എന്തൊക്കെയായിരുന്നു? നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന 3 ലെഡ്ജറുകൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. 3 ലെഡ്ജറുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. ഏതൊക്കെയാണ്? സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് പ്രീപെയ്ഡ്, ഡിപ്രീസിയേഷൻ. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് കറണ്ട് ലയബിലിറ്റി, റെൻറ്റ് പ്രീപെയ്ഡ് കറണ്ട് അസെറ്റ്, ഡിപ്രീസിയേഷൻ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പോൾ ഇതിൻ്റെ എമൗണ്ട് ഒന്നും ഇവിടെ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തായിട്ടാണ്? ഒരു ജേണൽ എൻട്രി ആയിട്ടാണ് അത് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ആ ജേണൽ എൻട്രി നമ്മൾ എടുത്തിട്ടില്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെഡ്ജർ അക്കൗണ്ടുകൾ പ്രിപ്പയർ ചെയ്യാം. ടാലിയിൽ അക്കൗണ്ട്സ് ഇൻഫോ, ലെഡ്ജർ ക്രിയേറ്റ്, സാലറി ഔട്ട്സ്റ്റാൻഡിങ്, അണ്ടർ കറണ്ട് ലയബിലിറ്റി. ഇവിടെ എമൗണ്ട് കൊടുക്കില്ല. കാരണം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ്. നിങ്ങൾ കാണുന്നതാണ്. നമുക്കിതൊരു എൻട്രി ആയിട്ട് കൊടുക്കേണ്ടതെന്ന് ഇവിടെ നമ്മൾ കൊടുക്കുന്നില്ല. അക്സെപ്റ്റ് ചെയ്തു. അടുത്ത റെൻറ്റ് പ്രീപെയ്ഡ്. അണ്ടർ കറണ്ട് അസെറ്റ്. അതും ഇതേപോലെ ബ്ലാങ്ക് ആയിട്ട് സേവ് ചെയ്യുന്നു.
Then depreciation under indirect expenses. ഐ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ വരും. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സെലക്ട് ചെയ്യുന്നു, ദെൻ അതും സേവ് ചെയ്യുന്നു. അപ്പം നമ്മൾ അഡീഷണൽ ആയിട്ട് എത്ര എണ്ണം ചെയ്തു? 3 എണ്ണം ചെയ്തു അല്ലേ? സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെൻ്റ് പ്രീപെയ്ഡ്, ഡിപ്രീസിയേഷൻ, ഇങ്ങനെ 3 ലെഡ്ജർ നമ്മൾ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി അതെങ്ങനെ റെക്കോർഡ് ചെയ്യുന്നു? ഇനിയാണ് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു ഭാഗമാണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ്. അപ്പോൾ അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. എല്ലാം പറയണില്ല, അതിൽ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിൻ്റെ മാത്രം ഭാഗം പറയാം. അക്കൗണ്ടിങ് വൗച്ചേഴ്സ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് എടുത്തെങ്കിൽ മാത്രമേ അത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകത്തുള്ളൂ. അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ നമ്മൾ റൈറ്റ് സൈഡിൽ കുറേ ബട്ടൺസ് ഉണ്ട്. ഇതാണ് അക്കൗണ്ടിങ് വൗച്ചേഴ്സ് എന്ന് പറയുന്ന ഭാഗങ്ങൾ. ഇതിൽ F7 ജേണൽ ഇത് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വൗച്ചറാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ജേണൽ F7 ജേണൽ എന്തിനു വേണ്ടിയാണ്? അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ എൻട്രി എന്തായിരുന്നു? സാലറി അക്കൗണ്ട് ഡെറ്റർ. നമ്മുടെ സാലറീസ് എടുത്തു. ആ സാലറീസിൻ്റെ എമൗണ്ട് എത്രയായിരുന്നു? 1000 റുപ്പീസ്. ആ 1000 റുപ്പീസ് കൊടുത്തു. ഇവിടെ എത്രയുണ്ട്? 12,000 ആണ്. ആ 12,000 കൂടെ ഈ 1000 കൂടെ എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോക്കി എന്തായി? 13,000 ആയി. സാലറി അക്കൗണ്ട് ഡെറ്റർ ടു സാലറി ഔട്ട്സ്റ്റാൻഡിങ്. കണ്ടോ? ജേണലിൽ നമ്മൾ എന്ത് കൊടുത്തു? അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് കൊടുത്തു. നറേഷന് വേണമെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി പെയ്ഡെന്നോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എൻട്രി ചെയ്യാം. ദെൻ അക്സെപ്റ്റ്. അപ്പോൾ ഒരു എൻട്രി ആയി. ഇനി അടുത്ത് എന്താണ്? റെൻ്റ് പ്രീപെയ്ഡ് എൻട്രി ചെയ്തു. 500 ആണ്. ആ 500 കൊടുത്തു. ടു റെൻറ്റ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 3,500 ഉണ്ടായത് എത്രയായിട്ട് മാറി? 3,000 ആയിട്ട് മാറി. ദെൻ സേവ് ചെയ്തു. ഓക്കെ. ഇനി അടുത്ത ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷൻ മിഷനറിക്ക് 10%, ഫർണിച്ചർ 5%. ഡിപ്രീസിയേഷൻ മിഷനറി 12,000 ആണ്. ബട്ട് ഡെബിറ്റ് ഡിപ്രീസിയേഷൻ 12,000 10% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,200 ടു മിഷനറി. ആ മിഷനറി നോക്കിയേ, 12,000 നിന്ന് 1,200 കുറച്ചപ്പോൾ എത്രയായി എമൗണ്ട്? 10,800 ആയി. ദെൻ അത് സേവ് ചെയ്തു. അടുത്ത ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഫർണിച്ചർ 750 ആണ്. 750 നോക്കിയേ, ഫർണിച്ചർ കൊടുക്കുമ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് വ്യത്യാസം? കണ്ടോ? 15,000 നിന്ന് നമുക്ക് എത്ര മാറി? ഒരു 750 മാറിയപ്പം 14,250 ആയിട്ട് മാറി. അപ്പം ടോട്ടൽ ഡിപ്രീസിയേഷൻ്റെ വാല്യൂ കണ്ടോ? 1,500 750 നോക്കിയേ എന്തായിട്ട് മാറി? 1950. അത് ഓൾറെഡി വന്നു കഴിഞ്ഞു. സേവ് ചെയ്തു. ഇപ്പം നമ്മൾ 4 എൻട്രീസും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസും റെക്കോർഡ് ചെയ്തു. അഡ്ജസ്റ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്ത് എവിടെയാണ്? ഗേറ്റ് ബി ഓഫ് ടാലിയിൽ അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു. അക്കൗണ്ടിങ് വൗച്ചറിൽ F7 ജേണൽ എടുത്തു. ജേണലിലാണ് നമ്മൾ ആ എൻട്രി റെക്കോർഡ് ചെയ്തത്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കിതിൻ്റെ റിപ്പോർട്ടിലേക്ക് പോകാം. നമുക്ക് നേരെ ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ബാലൻസ് ഷീറ്റ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൂപ്പ് വൈസ് ആണ് കാണുന്നത്. ആ ഗ്രൂപ്പ് എന്തായിട്ട് മാറ്റണം? ഡീറ്റെയിൽ ആക്കണം. ഡീറ്റെയിൽ ആക്കാനുള്ള കീ Alt F1. യെസ്. ദെൻ പീരീഡ് ചേഞ്ച് ചെയ്യണം. Alt F2 പ്രസ് ചെയ്തു. 31.3. കാരണം ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയാണെന്നറിയാം. ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ വാല്യൂ ഇവിടെ 25,000 ആണ്. നമുക്ക് 35 ആവരണ്ടേ. ആ 35 എന്നാ കൊടുത്തേ? 31 മാർച്ചിലാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ പീരീഡ് ചേഞ്ച് ചെയ്യുന്നത്. ചേഞ്ച് ചെയ്തു. നമുക്കിവിടെ ഫർണിച്ചറിൻ്റെ വാല്യൂ നോക്കി 14,250. മിഷനറി 10,800. ഈ ഫർണിച്ചറിൽ വന്നിട്ട് നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്യുക. അപ്പം നിങ്ങൾക്ക് അവിടെ കാണാം എന്താണ്? 15,000 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 750 കുറഞ്ഞിട്ട് ബാക്കി 14,250. ജസ്റ്റ് എസ്കേപ്പ് ചെയ്യുന്നു. താഴേക്ക് വരുന്നു. മിഷനറിയിലേക്ക് വരുന്നു. മിഷനറി 10,800 ആണ്. അതെങ്ങനെ വന്നു? 12,000 നിന്ന് 1,200 കുറഞ്ഞിട്ടുള്ള എമൗണ്ടാണ് 10,800. ഓക്കെ. ദെൻ നമുക്കിവിടെ സാലറി ഔട്ട്സ്റ്റാൻഡിങ് വന്നിട്ടുണ്ട് 1,000. അതുകൂടാതെ റെൻറ്റ് പ്രീപെയ്ഡ് വന്നിട്ടുണ്ട്. നമുക്കിനി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇവിടുന്ന് തന്നെ പോകാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് സെലക്ട് ചെയ്തു. എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ Alt F1 പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് കാണുള്ളൂ. ഡീറ്റെയിലിനകത്ത് നോക്കി പർച്ചേസ് റിട്ടേൺ 68,000 നിന്ന് 5,000 കുറഞ്ഞിട്ടുള്ള എമൗണ്ടാണ് 6,300. സെയിൽസിൽ നിന്ന്
1,68,000 നിന്ന് 4,000 ഡിസ്കൗണ്ട് ചെയ്തിട്ടുള്ള എമൗണ്ടാണ്, കുറച്ചിട്ടുള്ള എമൗണ്ടാണ് 1,64,000. ഗ്രോസ് പ്രോഫിറ്റ് 1,05,200. ഡിപ്രീസിയേഷൻ എമൗണ്ട് വന്നേക്കുന്നുണ്ടോ? 1,200 പ്ലസ് 750. അതായത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 1950. ഒന്നുകൂടെ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും 1,200 പ്ലസ് 750. അതാണ് ഫർണിച്ചറിൻ്റെയും മിഷനറിയുടെയും ഡിപ്രീസിയേഷൻ. ദെൻ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലേക്ക് വരും. അപ്പം നമുക്ക് ഒരു അക്കൗണ്ടിൻ്റെയും ഇൻ ഡീറ്റെയിൽ കാണണമെന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിൽ പോയി സെലക്ഷൻ കൊടുക്കുക. സെലക്ഷൻ കൊടുത്തതിന് ശേഷം എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പം 1,05,200 ഗ്രോസ് പ്രോഫിറ്റും 90,550 നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റുമാണ്. ബാലൻസ് ഷീറ്റ് ടോട്ടൽ 2,44,550. ഓക്കെ, അപ്പം നമ്മൾ ഈ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്നുകൂടെ റിവൈസ് ചെയ്യുകയാണ്. നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തു. ഓപ്പണിംഗ് ബാലൻസ് കൊടുത്തതിന് ശേഷം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് 3 ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. ക്രിയേറ്റ് ചെയ്ത ലെഡ്ജർ ഏതൊക്കെയായിരുന്നു? സാലറി ഔട്ട്സ്റ്റാൻഡിങ്, റെൻറ്റ് പ്രീപെയ്ഡ്, ഡിപ്രീസിയേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത്. ഈ ഡിപ്രീസിയേഷൻ ഇങ്ങനെ 3 എണ്ണം കൊടുത്തതിന് ശേഷം നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി തിരികെ വന്നു. അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു. F7 ജേണൽ എന്തിനു വേണ്ടിയാണ്? അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ജേണൽ. ആ ജേണൽ എടുത്തു. ആ ജേണലിലൂടെ നമ്മൾ റെക്കോർഡ് ചെയ്തു. റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ബാലൻസ് ഷീറ്റിൽ വന്നു. ഇൻ ഡീറ്റെയിൽഡ് ഫോർമാറ്റ് എടുത്തു. Alt F1 പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് 25,000 ആണ്. കാരണം ഇവിടെ ഫസ്റ്റ് ഏപ്രിൽ ആയതുകൊണ്ട് നമ്മൾ ക്ലോസിംഗ് സ്റ്റോക്ക് കൊടുത്തത് 35,000 ആണ്. അത് 31st കൊടുത്തേക്കുന്നത്. സോ പീരീഡ് ചേഞ്ച് ചെയ്തു. ചേഞ്ച് പീരീഡ് 31/3 എന്ന് കൊടുത്തു അല്ലേ? 31/3 എന്ന് കൊടുത്തപ്പം നമുക്കവിടെ 35,000 വന്നു. ഓരോ അസറ്റിൽ നിന്നും ആ എമൗണ്ട് കുറഞ്ഞിട്ടുള്ള എമൗണ്ടാണ് വന്നിരിക്കുന്നത്. റെൻറ്റ് പ്രീപെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് 1,000 റുപ്പീസ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് തന്നെ P&L അക്കൗണ്ട് നമുക്ക് എടുക്കാം. P&L അക്കൗണ്ട് ഇൻ ഡീറ്റെയിൽ എടുക്കാം. ഡീറ്റെയിൽ എടുത്തു കഴിഞ്ഞാൽ P&L അക്കൗണ്ടും കാണാം. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ തന്നെയാണോ നിങ്ങൾക്ക് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. തീർച്ചയായും നിങ്ങൾ എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്. വീഡിയോ കാണുമ്പോൾ തന്നെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളൂ. ലൈക്ക് ചെയ്യാൻ മറന്നു പോകണ്ട. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഷിയാബ്സ് അക്കാഡമി ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് എത്തുന്നവരെ താങ്ക് യു for watching Shihab's Academy. Learn Tally software in simple method.